അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, പൂർവികരായ ആളുകൾക്കും നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നാം നോമ്പിനെ നിർബന്ധമാക്കി എന്നല്ലാഹു പറയുമ്പോൾ ആ പറച്ചിലിൻ്റെ ലാസ്റ്റിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ്. എന്താണ് ഈ തഖ്വ? അത്തഖ്വ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബി നവാഇഹി, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ വെടിയുകയും ചെയ്യുക എന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെത്തുമ്പോഴാണ് അവന് തഖ്വയുണ്ടാവുക എന്ന് പറയുന്നത്. സംഭവം ഹലാലാണെങ്കിലും അതിൽ ഹറാമ് വന്നു പോവോ എന്ന് പേടിച്ച് അത് ചെയ്യാതിരിക്കുക, അതാണ് തഖ്വ. തഖ്വൽ ഇലാഹി മദാറു കുല്ലു സഅദത്തിൻ വത്തിബാഉ അഹ്വാ റഅ്സു ശരി ഹബായില എന്ന് സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അദ്കിയയിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനം തഖ്വയാണ്. അള്ളാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. വിജയിക്കണമെങ്കിൽ തഖ്വ വേണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശുദ്ധമായ റമളാനു ശരീഫ് കഴിയുന്നതിൻ്റെ മുമ്പ് ഒരു മുത്തഖിയായി ജീവിക്കാൻ ശിഷ്ടമാകുന്ന ശേഷിക്കുന്ന ദിവസങ്ങളിൽ, മാസങ്ങളിൽ, വർഷങ്ങളിൽ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ റമളാൻ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല. എത്ര റമളാൻ നമുക്ക് വന്നു, എത്ര റമളാൻ നമുക്ക് പോയി, പിന്നീടും മുമ്പത്തെ ജീവിതം തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് വെറും പട്ടിണി മാത്രമേ അവശേഷിക്കുകയുള്ളൂ. വിശുദ്ധ റമളാനു ശരീഫിൻ്റെ 17ാമത്തെ രാത്രിയിൽ ഒരാൾ തറാവീഹ് നിസ്കരിച്ചാൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു, അമ്പിയാക്കന്മാർക്ക് നൽകപ്പെടുന്നത് പോലത്തെ പ്രതിഫലം അള്ളാഹു അവന് നൽകും. അത്രയും മഹത്തമാണ് ഈ ദിവസത്തിലെ തറാവീഹ്. വിശുദ്ധ റമളാനിൻ്റെ ഓരോ ദിവസത്തിനും അതിൻ്റെ മുമ്പുള്ള ദിവസത്തിനേക്കാൾ പ്രത്യേകത കൂടുതലാണ്. അല്ലാഹു തആല ഒരുപാട് ഖൈറാത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.